കഴിഞ്ഞ ഉടനെ ബ്ലൗസിന്റെ പുറത്തോടെ കണ്ടു കഴിഞ്ഞ ഉടനെ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നത്. നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ എന്റെയൊക്കെ വല്യമ്മമാർ. ഹലോ ശ്രീലക്ഷ്മി, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഇവിടെ ഇപ്പൊ എന്താ? ഇവിടെ ഒരു കല്യാണം, ഫ്രണ്ടിന്റെ ഹീന. ആണോ? ആരുടെ കല്യാണോ? ഹീനയുടെ ബ്രദറിന്റെ കല്യാണം. ഓക്കെ. വണ്ടിയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. എന്താണ് വിശേഷം? ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം ശ്രീലക്ഷ്മിയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടത്. ശ്രീലക്ഷ്മിയുടെ കുറെ കഴിഞ്ഞ ദിവസങ്ങളിലെ രേണുസുധിക്കെതിരായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. പുള്ളിക്കാരത്തിയെ വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും കാണിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പം പോയിരിക്കുന്നത്. അപ്പോൾ ഇവരെ മാത്രമല്ല, ഇപ്പം കുറേ എണ്ണം ഇങ്ങനെ ഇതുപോലെ തലതിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഈ എന്തും കാണിക്കാവുന്നുള്ള രീതിയിൽ ശരീര പ്രദർശനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നാണം കെട്ട ഒരു കൂട്ടം സ്ത്രീകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഈ ശ്രീലക്ഷ്മി എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അവർ പറയുന്നത് പണ്ടത്തെ അമ്മമാരൊക്കെ വല്യമ്മച്ചിമാരൊക്കെ, എൻ്റെയൊക്കെ വീട്ടിലെ വല്യമ്മച്ചിമാരൊക്കെ അങ്ങനെയൊക്കെ മാറിടമൊക്കെ കാണിക്കുന്ന രീതിയിൽ ഉള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്നുള്ള രീതിയിലാണ്. അന്നത്തെ കാലത്തെ സാഹചര്യം അന്ന് അങ്ങനെയായിരുന്നു. അന്ന് പഞ്ഞവും പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം ആയിട്ട് ഒരു തുണി മേടിക്കാനുള്ള വകുപ്പ് പോലും ഇല്ലാതെ കഴിഞ്ഞ ഒരു കാലമായിരുന്നു. ഇന്നുള്ള മനുഷ്യർക്ക് ഇഷ്ടം പോലെ തുണി മേടിക്കാനുള്ള പൈസയും അതിനുള്ള സാഹചര്യവും ഉണ്ട്. പക്ഷേ 1 മീറ്റർ തുണി മാത്രം മതി ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾക്ക്. അന്നുള്ള കാലത്തുള്ള അമ്മച്ചിമാർ ഇപ്പോൾ ആണെങ്കിൽ അവർ അന്ന് ധരിക്കാനുള്ള വസ്ത്രം പോലും ഇല്ലാഞ്ഞുകൊണ്ട് ഇപ്പോൾ അവരുടെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള ആണെങ്കിൽ അവരൊക്കെ ഇപ്പം മാക്സിയും നൈറ്റി പിന്നെ അതുപോലെ തന്നെ ചുരിദാറൊക്കെ ഇട്ടാണ് അവർ നല്ല മാന്യമായിട്ട് ധരിക്കുന്നത്. പക്ഷേ ഇന്നുള്ള പെൺകുട്ടികൾക്ക് ശരീരം കുറേയൊക്കെ കാണിച്ച് എക്സ്പോസ് ആയിട്ടുള്ള ഒരു ആ രീതിയിൽ നടക്കണമെന്നാണ്. എന്നാലേ വൈറലാകാൻ പറ്റുള്ളൂ. കുറേ എണ്ണം അങ്ങനെയൊക്കെ വൈറലായിട്ടുള്ള ആളുകളുണ്ടല്ലോ. അതുപോലെ വൈറലാകണമെങ്കിൽ കുറച്ചൊക്കെ ശരീരം അവിടെ ഇവിടെ ഒക്കെ കാണിച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ പ്രദർശിപ്പിച്ചാൽ മാത്രമേ വൈറലാകുകയുള്ളൂ, റീച്ച് കിട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിഞ്ഞിരിക്കുന്ന കുറേ പാഴ് ജന്മങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരെണ്ണമായിട്ടാണ് എനിക്ക് ഇവരെയും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ക്യാഷ് മതി, അത് മാത്രം മതി, മനുഷ്യരുടെ മുമ്പിൽ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, നാണം കെട്ടാലും കുഴപ്പമില്ല. കുറേ എണ്ണമുണ്ട് ഉദ്ഘാടനത്തിൻ്റെ പേരിൽ അവിടെ ഇവിടെ ഒക്കെ തള്ളി നിൽക്കുന്ന ഡ്രസ്സും ഇട്ട് വന്ന് നിന്ന് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട്. ഇതിനെയൊക്കെ വിളിക്കുന്ന ആ കടകളുടെ ഈ ഷോപ്പിൻ്റെയൊക്കെ ഉടമസ്ഥരാണല്ലോ ഉദ്ഘാടനത്തിന് വിളിക്കുന്നത്. അവരെയൊക്കെ വേണം അടി കൊടുക്കാൻ. ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം വായിൽ വെള്ളം ഒഴിപ്പിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാഴ്ചയും കൂടെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുമ്പം എന്തോ വലിയ സംഭവമാണ് താൻ എന്നും പറഞ്ഞുകൊണ്ട്, പണ്ടുള്ള മനുഷ്യർക്കൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ശരീരഭാഗം ഇച്ചിരി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും അല്ല. അത് കാണിച്ചില്ലെങ്കിലേ അവർക്ക് അത്രയും ഇതിങ്ങനെ ഇരിക്കപ്പുറതി ഇല്ലാത്തൊരു രീതിയിലാണ് നിൽക്കുന്നത്. അതിലൊരെണ്ണമാണ് ഈ ശ്രീലക്ഷ്മി. എന്നിട്ട് ശ്രീലക്ഷ്മി വന്നിട്ട് രേണുവിനെ കുറ്റം പറയുന്നുണ്ട്. രേണു ദുബായിക്ക് പോയതിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ അവരുടെ കഴിവ് കൊണ്ടൊന്നുമില്ല. അത് ആർക്ക് വേണമെങ്കിലും പാസ്പോർട്ടൊക്കെ ഉള്ള ആർക്ക് വേണമെങ്കിലും ക്യാഷ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേണുവിനെ കുറ്റം പറയുന്നുണ്ട്. ഇപ്പോൾ രേണുവിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, അങ്ങനെ കുറ്റം പറയുന്ന ആളാണ് ഇതേ രീതിയിലുള്ള ഈ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ഇത് കൂട്ട് ശരീര പ്രദർശനവുമായിട്ട് വന്ന് നിന്നിട്ട് വാചകം അടിച്ച് പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവനവൻ്റെ സ്വഭാവം എങ്ങനെയാണ് അത് നേരെ ആക്കിയിട്ട് വേണം മറ്റുള്ളവരെ കുറ്റം പറയാൻ. അല്ലാതെ ഇതുപോലെ വന്നിട്ട് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് അഴിഞ്ഞാടിയിട്ടാണ് ഈ രേണുവിനെക്കുറിച്ച് പറയുന്നത്. രേണുവിനെ ബിഗ് ബോസിൽ ചെന്നിട്ട് ഇരിപ്പുറയ്ക്കത്തില്ല, ഇതുപോലെ ഇങ്ങനെ ചാടി നടക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പിള്ളേരെ കാണാൻ പറ്റില്ല, കാണാത്ത വിഷമം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയുന്നതാണ്. ഇതുപോലെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണ്. ദുബായിക്ക് പോയിട്ട് 10-15 ദിവസമായില്ലേ, എന്നിട്ടിപ്പം കുട്ടികളെ കാണാതല്ലേ ഇരിക്കുന്നത്, അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരത്തി പറഞ്ഞത് അത് വെറും അസൂയയുടെ പുറത്ത് പറയുന്നതാണ്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്തോരം ശ്രമിച്ചിട്ടും കാണാതിരിക്കാവുന്നതിൻ്റെ അപ്പുറം കാണിക്കാൻ ശ്രമിച്ചിട്ട് പോലും അങ്ങോട്ട് വൈറലാകുന്നില്ല. അതാണ് പുള്ളിക്കാരത്തിക്ക് വിഷമം. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ രേണുവിന് അങ്ങനത്തെ ഒരു നാണം കെട്ട പരിപാടി കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അവരങ്ങനെയുള്ള ഒരു അവരുടെ ശരീരം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഉടുപ്പിട്ടാൽ പോലും അത് അത്ര വൃത്തികേടായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഒരുപാട് ശരീരം എല്ലാം കൂടെ തടി കുറച്ചൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ഇട്ട് തെറിച്ച് നിൽക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുമ്പോൾ
അതത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. എന്നിട്ടാണ് ഈ പുള്ളിക്കാരത്തി വന്നിട്ട് രേണുവിനെ കടന്ന് കുറേ കുറ്റം പറയുന്നത്. ഇവർ കാണിക്കുന്ന രീതിയോ, എന്നിട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ്, ആ സാരിയൊക്കെ നേരെ ചൊവ്വേ കൊടുക്കേണ്ടതിനാണ് പകുതി എടുത്ത് സാരി ഇല്ല, അത് ബാക്കി ഇങ്ങോട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് അതങ്ങോട്ട് പ്രദർശിപ്പിച്ച് വെച്ചേക്കുന്ന രീതിയിൽ സാരി ഉടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ക്യാമറയായിട്ടൊക്കെ വരുമ്പം വേറെയുള്ള നാണമുള്ള പെൺകുട്ടികളാണെങ്കിലും ആ ഇച്ചിരി ഒന്ന് സാരിയുടെ ഒരു ഭാഗം ഇങ്ങ് താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അത് ശരിയാക്കി റെഡിയാക്കാൻ നോക്കുകയാണ്. ഇത് ഒരു കൂസലും ഇല്ലാതെ എന്നിട്ട് അവരോട് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ആണുങ്ങളോട് സംസാരിക്കുകയാണ്. ആ ഡ്രസ്സ് സാരി എടുത്തേക്കുന്ന കാണുമ്പോൾ സ്ത്രീകളായിട്ടുള്ള നമുക്ക് പോലും നാണക്കേടാണ് തോന്നുന്നത്. അത്രയും ബോറനായിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. വസ്ത്രധാരണ ഓരോരുത്തരുടെ ഓരോ വസ്ത്രം ധരിക്കുക എന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എന്നാലും പക്ഷേ അതൊരു മാന്യമായിട്ടുള്ളൊരു വസ്ത്രം, നമ്മൾ യൂറോപ്യൻ കൺട്രീസിലോ അമേരിക്കയിലോ അവിടെയൊന്നും ലണ്ടനിലോ ഒന്നും അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ നമ്മളൊരു നാട്ടിൻപുറത്തുകാരായ നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ഇവിടെ കൂടുതലും മനുഷ്യർ സാധാ പച്ചയായ മനുഷ്യരാണ്. അവർക്ക് ഇതൊന്നും കണ്ടാൽ അത്ര പെട്ടെന്ന് ദഹിക്കേണ്ട ഒരു ഇതല്ല. പിന്നെ കുറേ ഞരമ്പന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോൾ കാണാനൊരു കാഴ്ചയ്ക്കൊരു സുഖം, അത്ര മാത്രം. അല്ലാതെ അവനവൻ്റെ വീട്ടിലത്തെ ആളുകൾ അമ്മയോ പെങ്ങളോ ഇങ്ങനത്തെ ഡ്രസ്സോ അല്ലെ ഭാര്യയോ ധരിച്ചുകൊണ്ട് പോയാൽ ആർക്കും അത്ര നല്ല ആൾക്കാർക്ക് ആർക്കും തന്നെ അത് ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല. ഇത് പിന്നെ മറ്റുള്ളവർ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ആണുങ്ങളൊന്ന് ഒളിഞ്ഞു നോക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കുന്ന ഇത് കൂട്ടുള്ള പാഴ് ജന്മങ്ങളെ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യാനാവില്ല. ഇത് ഇങ്ങനെ ഇവർ വൈറലാകാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരുമാതിരി പേക്കൂത്തുകളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.